ഗൈസ് ഇന്ന് നമ്മളെ ഫാമിലി എല്ലാരും കൂടി ഒരു ട്രിപ്പ് പോവാൻ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രിപ്പ് നമ്മൾ നോമ്പിന്റെ മുമ്പേ പോയത്. പക്ഷെ വീഡിയോ ഒക്കെ സെറ്റാക്കി വരുമ്പോഴത്തേനും നോമ്പായി. പിന്നെ നോമ്പ് കഴിഞ്ഞിട്ടിടാ വിചാരിച്ച്. പിന്നെ എനിക്ക് ഈ വീഡിയോന്റെ കാര്യമേ മറന്നുപോയി. അപ്പൊ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. പിന്നെ നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. പിന്നെ എങ്ങോട്ടാ പോണത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മളിപ്പോ വയനാട് എത്തിയപ്പോഴത്തേനും എനിക്കൊരു ചെറിയ തലവേദന ഉണ്ടായിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി. അപ്പോഴോ അവിടെ ഒടുക്കത്തെ കാറ്റ്, ഇതുവരെ ഉണ്ടാവാത്ത കാറ്റ്. നമ്മൾ വിചാരിച്ച പിന്നെ വയനാട്ടിൽ കുറച്ച് ഞാൻ മഴയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഉറങ്ങി എണീച്ചപ്പത്തിനും കാണുന്ന കാഴ്ചതാണ് നല്ലൊരു സൺറൈസ്. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ വിശപ്പ് അടുക്കാൻ വയ്യാത്തോണ്ട് നമ്മൾ ഇതാ ചായ കുടിക്കാൻ നിർത്തിക്കിന്. അപ്പൊ 2 കാറിലാണ് നമ്മൾ വന്നത്. പിന്നെ 2 കാറിലുള്ള ഉറങ്ങണ ആൾക്കാരെ വിളിച്ചിരുത്തി നമ്മൾ ചായ കുടിക്കാൻ എത്തിക്കണം. എല്ലാവരും ദോശ, മസാല ദോശ അങ്ങനത്തെ സാധനങ്ങൾ തന്നെ ഓർഡർ ചെയ്തു. ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടേക്കാ പോകുന്നത്. ഗൈസ് ഊട്ടിയിലേക്കാണ്. പിന്നെ പൈൻ ഫോറസ്റ്റ് കണ്ട അവർക്ക് എന്തായാലും ഫോട്ടോ എടുക്കണം. അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഊട്ടിയിലേക്ക് കയറിയപ്പോ തന്നെ അങ്ങനത്തെ ഒരു കുറെ കടകൾ ഉണ്ടാവില്ലേ, അങ്ങനെ അവിടുന്ന് കോണും ഒക്കെ. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ ഇതാ വല്ല വണ്ടി കേടായി. പിന്നെ എന്റെ ഉപ്പക്ക് പല കഴിവുകളും ഉണ്ടായതുകൊണ്ട് ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നേരെ തിരിച്ചു പോണ്ടി വന്നീന്. പിന്നെ ഇപ്പൊ നമ്മൾ ഊട്ടിയിലേക്ക് വരുമ്പോൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോണത് കുറവാണ്. ഇപ്പൊ ഈ കർണാടക ഗാർഡനിലേക്ക് തന്നെ വരില്ലേ, കാരണം ഇവിടെ കുറച്ചുകൂടി അടിപൊളിയാണ്. പിന്നെ ജെഫിത്താക്ക് നമ്മളെ കുടുവിനെ വെച്ചിട്ട് ഒരു ഷൂട്ട് ഉണ്ട്. പിന്നെ എന്റെ അനിയത്തിനെ കണ്ടോ ഗൈസ്, ഓളൊക്കെ മീനിനെ കാണിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ വലിയ ഗാർഡനിൽ കുറെ നേരം ചുറ്റി തിരിഞ്ഞ് കളിച്ചിക്കണേ നമ്മള്. പിന്നെ ആർക്കായാലും വിശക്കൂലേ, അങ്ങനെ നമ്മള് നേരെ താജിലേക്കാണ് വന്നത്. ഇപ്പത്തെ മെനു കണ്ടില്ല ഗൈസ്, ഫോണിലേക്ക് സ്കാൻ ചെയ്ത് അങ്ങനെയാണ് കിട്ടല്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ട് ഇനി ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡന്റെ ഉള്ളിൽ കയറാതെ പുറത്തുള്ള സ്ട്രീറ്റ് മൊത്തം ഉണ്ടാൻ പോവാ. അങ്ങനെ അവിടുന്ന് നമ്മൾ പൈനാപ്പിളും മഞ്ഞൊക്കെ കഴിച്ചിട്ട് നേരെ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയതാണ്. പക്ഷെ അവിടെ കൊടുക്കാത്ത വില ആണ്, അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. നിങ്ങളിപ്പോ ഈ ഒരു ചെറിയ വഴി കണ്ടില്ലേ, ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് ഷോപ്പ് തന്നെയാണ്. പിന്നെ നമ്മളെ കുടുബേബിക്ക് ഡോൾ വാങ്ങാൻ പറഞ്ഞിട്ട് ആ ഡോളിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയി നിന്നതാ. സ്പോട്ടിൽ ആ ഡോളിൽ നിലത്തി വീണില്ല, അപ്പൊ തന്നെ നമ്മൾ മുങ്ങി. പിന്നെ ഈ ബോട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോ തന്നെ നമ്മള് മോദീസ് കഫേ ഉണ്ട് അവിടെ. ഈ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ടാവും ഇതിന്റെ ലൊക്കേഷൻ. പിന്നെ ഐസ്ക്രീം ഉണ്ട്, ഞാൻ അതിന്റെ മുമ്പിൽ പോസ്റ്റ്. പക്ഷെ ഇവിടുന്ന് എന്തായാലും കിട്ടൂല അറിഞ്ഞോണ്ട് പിന്നെ ഞാൻ അയിമേല് നോക്കിയേക്കാൻ നിന്നില്ല. പിന്നെ ഇതിന്റെ ഷോർട്സ് ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ വീട്ടിലെത്തണ്ടേ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര ഉള്ളു.